ചില ആക്ടേഴ്സിന് ചില പ്രത്യേക റോളുകൾ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് അപാര കഴിവായിരിക്കും. എന്നാൽ വേറെ തരം ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് അവർ ചെയ്യുന്ന സമയത്ത് അത് അത്രത്തോളം അവർക്കത് വർക്കാവാറുമില്ല, നമുക്ക് അത്ര സംഭവമായിട്ട് ഫീൽ ചെയ്യാറുമില്ല. അത്തരം ആക്ടേഴ്സിനെ നമുക്ക് ഒരു നൈഫായിട്ട് കണക്കാക്കാം. അതായത് അതിൻ്റെ ഒരു സൈഡ് മാത്രമേ ഷാർപ്പായിട്ടുണ്ടാവുള്ളൂ. എന്നാൽ വളരെ അപൂർവമായിട്ടുള്ള ചില ആക്ടേഴ്സ് ഉണ്ട്, അതിന് രണ്ടറ്റവും ഷാർപ്പായിരിക്കും. അവർ ചെയ്യുന്ന എല്ലാ റോളുകളും അവർക്ക് കറക്റ്റായിട്ട് എഴുതിയതുപോലത്തെ ക്യാരക്ടേഴ്സ് ആയിരിക്കും. അത് അതുപോലെ തന്നെ അവർക്ക് വൃത്തിയായിട്ട് ചെയ്യാനും പറ്റും. അത്തരത്തിലുള്ള ആക്ടേഴ്സ് നമ്മുടെ മോളിവുഡിൽ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവർ പാർട്ട് 2 ആണ്. ദ ബ്ലൈഡ് ഓഫ് മോളിവുഡ്, ജയസൂര്യ. ഈ വീഡിയോയിൽ 2 സെക്ഷനായിട്ടാണ്. ആദ്യത്തെ സെക്ഷനിൽ ആട് 3, രണ്ടാമത്തെ സെക്ഷനിൽ കത്തനാർ. ജയസൂര്യ എന്ന് പറയുന്ന ആക്ടറിന്റെ കരിയറിലെ ഒരു സിഗ്നേച്ചർ ക്യാരക്ടറാണ് ഷാജി പാപ്പൻ. ആ ഒരു ക്യാരക്ടറിനെ ഏത് കൊച്ചു കുട്ടികൾ കണ്ടാലും ആ ഒരു ക്യാരക്ടറിന്റെ അപ്പിയറൻസും ലുക്കും വെച്ചിട്ട് ഇന്ന സിനിമയിലെ ക്യാരക്ടറാണെന്ന് അറിയാൻ പറ്റും. അതാണ് ആ ഒരു ക്യാരക്ടറിന്റെ പ്രത്യേകത. ജയസൂര്യ എന്ന ആക്ടറിനെ ദ ബ്ലൈഡ് ഓഫ് മോളിവുഡ് എന്ന് ഞാൻ പറയാൻ കാരണം 2 സൈഡും ഷാർപ്പായിട്ടുള്ള ആക്ടറാണ്. ഏറ്റവും നല്ല എക്സാമ്പിൾ ഇതാ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. ആട് 3, കത്തനാർ. ഈ 2 സിനിമയും 2 എക്സ്ട്രീമാണ്. ഈ 2 ക്യാരക്ടേഴ്സിനെയും പവർഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ ജയസൂര്യ എന്ന ആക്ടറിന് കഴിയുമെന്നുള്ളത് ഇതുവരെ അയാൾ പ്രൂവ് ചെയ്തത് വെച്ചും നമുക്ക് കണ്ണുടച്ച് പറയാൻ പറ്റും. സിനിമ മോശമായി പോയാലും ജയസൂര്യ എന്ന് പറഞ്ഞ ആക്ടർ മോശമാവുന്ന ചരിത്രം അങ്ങനെ ഉണ്ടാവാറില്ല. വെള്ളം ഒക്കെ പോലത്തെ സിനിമകൾ, അതുപോലെ തന്നെ വരാൽ ജേസൺ, ഇത്തരത്തിലുള്ള പല ഡിഫറെൻറ്റ് ടൈപ്പ് ക്യാരക്ടേഴ്സുകൾ, ഒപ്പം ഇതിൻ്റെ ഇടയ്ക്ക് പെൺവേഷത്തിലും അങ്ങനെ ഒരുപാട് ടൈപ്പ് റോളുകൾ, വെർസറ്റൈൽ ക്യാരക്ടേഴ്സുകളെ ചെയ്ത് എല്ലാത്തിലും തന്നെ കൊണ്ട് പറ്റും എന്ന് പ്രൂവ് ചെയ്ത ഒരു ആക്ടറും കൂടിയാണ് OG ജയസൂര്യ. നമ്മളെ പൃഥ്വിരാജിൻ്റെയൊക്കെ കൂടെ ആ ഒരു ടൈം ലൈനിൽ കൂടെ സഞ്ചരിച്ച ആള് ഇന്നും സർവൈവ് ചെയ്യുന്നു ഇന്നത്തെ ആക്ടേഴ്സിൻ്റെ കൂടെ. അതും സിഗ്നേച്ചറായിട്ടുള്ള ഇനി മോളിവുഡിൽ വരാൻ പോകുന്ന ഒരു ബ്രഹ്മാണ്ഡ സിനിമയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ആക്ടറാണ് ജയസൂര്യ. ആട് 3 ഷാജി പാപ്പൻ എന്ന ക്യാരക്ടർ മറ്റേതൊരു ആക്ടർ ചെയ്തിരുന്നെങ്കിലും നമുക്ക് ഇപ്പം തന്നെ മനസ്സിൽ നമ്മൾ ആ ഒരു ക്യാരക്ടറിന് പകരം നമ്മളുടെ പല പ്രമുഖ ആക്ടേഴ്സിനും റീപ്ലേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കണക്റ്റ് ആവില്ല. ഒന്ന്, നമുക്ക് ആ ഒരു ക്യാരക്ടറിനെ ഓൾറെഡി നമ്മളെ മനസ്സിൽ പതിഞ്ഞു. 2, ജയസൂര്യ അതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്ന ആ ഒരു ഹ്യൂമർ സെൻസിൻ്റെ അല്ലെങ്കിൽ ആ ഹ്യൂമർ മെത്തേഡിൻ്റെ ഒരു മീറ്റർ ഉണ്ട്. ജയസൂര്യ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആക്ടറിന് വേറൊരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ് ഹ്യൂമർ വർക്കൗട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ആട് 3 എന്ന സിനിമയിലെ ഓരോ ഷാജി പാപ്പൻ്റെ സീൻസ് നോക്കിയാലും നമുക്ക് മനസ്സിലാവും. അത് ഓരോ ക്യാരക്ടറിനനുസരിച്ച് ആ ഹ്യൂമർ സെൻസ് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ പഴയ ഒരുപാട് സിനിമകളിൽ ജയസൂര്യ എന്ന ആക്ടറിൻ്റെ ഹ്യൂമർ സൈഡുകൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ വെള്ളം പോലുള്ള എക്സ്ട്രീം ലെവൽ ആക്ടിങ് പെർഫോമൻസ് വരെ കണ്ടിട്ടുള്ള സിനിമകളും ഉണ്ട്. വെർസറ്റാലിറ്റി എന്ന് പറയുന്നതിൻ്റെ ഒരു മീനിങ് തന്നെയാണ് ജയസൂര്യ എന്ന് പറഞ്ഞ ആക്ടർ. വളരെ അനായാസമായിട്ട് ജീവിച്ച് ചെയ്യുന്ന പോലത്തെ ഒരു ആക്ടിങ് പവറാണ്. അദ്ദേഹത്തിന്റെ സ്റ്റാർട്ടർ നമ്മൾ നോക്കുന്ന സമയത്ത് പൃഥ്വിരാജിൻ്റെയൊക്കെ ഒപ്പം വന്ന ഒരു ആക്ടർ ആണെങ്കിൽ പോലും പ്രമുഖന്മാരായിട്ടുള്ള മെയിൻ ലീഡിൽ നിൽക്കുന്ന പല ആക്ടേഴ്സിനേക്കാൾ പെർഫോമറാണ് ജയസൂര്യ എന്ന് പറഞ്ഞ ആക്ടർ. അയാൾ ഡിസർവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റാർഡം എന്തായാലും ജയസൂര്യ എന്ന് പറയുന്ന ആ ഒരു ആക്ടറിന് ഇല്ല കറന്റ്ലി. ഇനിയിപ്പോൾ കത്തനാരും ആട് 3 ഒക്കെ വരുന്ന സമയത്ത് കറന്റ് സ്റ്റേജിലുള്ളതിനേക്കാൾ മുകളിലേക്ക് ആ ഒരു സ്റ്റാർഡം കയറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞ ജയസൂര്യക്ക് സ്റ്റാർഡം ഇല്ല എന്നുള്ളതല്ല, മെയിൻ ലീഡ് നടന്മാരെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത്രയും പെർഫോമൻസ് ഓറിയന്റഡ് ഒരു സ്റ്റാർ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ആക്ടറിന് ഇപ്പൊ അദ്ദേഹം അലങ്കരിക്കുന്ന ആ ഒരു പൊസിഷനേക്കാൾ കൂടുതൽ ഉയരങ്ങളിൽ ആൾ നിൽക്കേണ്ടതാണ്. ആട് 3 എന്ന സിനിമ ജയസൂര്യ എന്ന ആക്ടറിന്റെ മാത്രം ഒരു സിനിമയല്ല. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന കോ ആക്ടേഴ്സ് ആയിട്ടുള്ള എല്ലാ ആക്ടേഴ്സിനും ആ ഒരു കോമഡി ടൈമിങ്ങും ആ ഹ്യൂമർ കറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത് തൻ്റെ ഒപ്പം നിന്ന് പെർഫോം ചെയ്യുന്ന ആ ഒരു ആക്ടർ അത്രത്തോളം കംഫർട്ട് ആയതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഹ്യൂമർ ടൈമിങ്ങും കൂടി മാച്ച് ആവുന്നത് കൊണ്ടാണ്. ആട് 3 എന്ന് പറഞ്ഞ സിനിമ ഒരു ടൈം ട്രാവൽ സിനിമയാണോ എന്നുള്ള ഡൗട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഡൗട്ടും കാര്യങ്ങളും എടുത്ത് കളയുക. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് 3 ടൈം ലൈനിലുള്ള സിനിമയാണെങ്കിൽ പോലും 2 ടൈം ലൈനായിരിക്കും മെയിനായിട്ട് നിൽക്കുക. ഇവർ ഈ ഒരു ടൈം ട്രാവൽ എന്നുള്ള കോൺസെപ്റ്റ് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ അവർ എപ്പിക് ഫാൻറ്റസി എന്ന് പറയുന്ന ഏതു രീതിയിലും മറ്റ് ടൈം ലൈനിലുള്ള ക്യാരക്ടേഴ്സുകളും കൂടി പ്രസൻറ്റിലും പാസ്റ്റിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവാൻ പറ്റുന്ന രീതിയിൽ ഒരു എലമെൻ്റ് അവർ ഈ ഒരു സിനിമയ്ക്കകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനൊരു ഒറ്റ വാക്കിൽ ടൈം ട്രാവൽ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവർ വേറെ ഒരു എന്തെങ്കിലും രീതിയിലായിരിക്കാം ഈ ഒരു സാധനം അവർ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും കൺഫേം ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ സിനിമയ്ക്കകത്ത് 3 ടൈം ലൈൻ ഉണ്ട്, 3 കാലഘട്ടമുണ്ട്.
അപ്പോൾ ആ 3 കാലഘട്ടങ്ങളിലും 2 ഒരു മെയിനായിട്ട് ഈ സിനിമയ്ക്കകത്ത് വരാൻ പോകുന്നത്. പാസ്റ്റും പ്രസൻറ്റോ ഇപ്പോൾ എന്തായാലും നമ്മൾ കണ്ടിട്ടുള്ള ഷാജി പാപ്പനും ആ ഒരു ഗ്യാങ്ങും അടുത്ത ഒരു മിഷന് വേണ്ടിയിട്ട് അവർക്ക് കിട്ടിയ ക്യാഷും കൊണ്ട് പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർക്കുണ്ടാവുന്ന കുറേ പ്രശ്നങ്ങളും അതിനെ തരണം ചെയ്യുക, അല്ലെങ്കിൽ അവരെ കയ്യിരിക്കുന്ന കാര്യങ്ങൾ തട്ടാൻ വേണ്ടി വരുന്ന നമ്മളെ ഡൂഡിനെയും ഗ്യാങ്ങിനെയും പിന്നെ നടക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ആയിരിക്കും ആട് 3 എന്ന സിനിമ. എല്ലാ സിനിമകളെയും പോലെ തന്നെ ഓവർ എക്സ്പെക്റ്റേഷൻ എപ്പോഴും ആപത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബബബയ്ക്കൊക്കെ പറ്റിയതുപോലെ അനാവശ്യമായ എക്സ്പെക്റ്റേഷൻസ് മനസ്സിൽ നിന്ന് കളയുക. ഒപ്പം ഈ സിനിമ ആട് 3 എന്ന സിനിമ നമ്മൾ ആട് 2 കണ്ട സമയത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായതുകൊണ്ട് തന്നെ അന്നത്തെ കാലഘട്ടത്തിലെ ഓഡിയൻസിൻ്റേതായ രീതിയിലാണ് അത് മേക്ക് ചെയ്തിരിക്കുന്നത്. ഇന്ന് കുറച്ചും കൂടി ഫ്യൂച്ചറിസ്റ്റിക്കാണ്, കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആണ്. ഒപ്പം അതുപോലെ തന്നെ പല ഓഡിയൻസും മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ സിനിമയ്ക്കകത്ത് കുറച്ചും കൂടി പുതിയൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവാം. അതായത് ഇന്നത്തെ തലമുറയ്ക്ക് കണക്റ്റ് ആവുക, ഒപ്പം പഴയ തലമുറയ്ക്ക് കണക്റ്റ് ആവുക എന്നുള്ള രീതിയിൽ അതിനെ ഒന്ന് കണക്റ്റ് ചെയ്താണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ഈ സിനിമ. ഒപ്പം നമ്മളുടെ പഴയ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തോ ഒരു പുതിയ സംഭവം ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ളൊരു മനസ്സിൽ വെക്കുക. കാരണം അല്ലാത്ത പക്ഷം നമ്മൾ പഴയ അതേ സിനിമ അല്ലെങ്കിൽ അതേ ടറൈൻ തന്നെ ആകും എന്നുള്ളൊരു രീതി വെച്ചിരുന്ന ഒരു പക്ഷേ ചിലപ്പോൾ ഈ സിനിമയ്ക്കകത്ത് നമുക്ക് പുതിയ കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപക്ഷെ ഇതല്ല നമ്മളുടെ ആട്, അല്ലെങ്കിൽ നമ്മൾ കാണാൻ ഉദ്ദേശിച്ച ആട് ഇതല്ല എന്നുള്ളൊരു ഇത് നിങ്ങളെ മനസ്സിലേക്ക് വരാം. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആട് 3 ഇറങ്ങിയാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ള ആ ഒരു തോട്ട് നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് ആട് 3 എന്ന സിനിമയ്ക്ക് പോകാൻ ശ്രമിക്കുക. കത്തനാർ ജയസൂര്യ എന്ന ആക്ടറിൻ്റെ വരാനിരിക്കുന്ന കരിയറിലെ ഏറ്റവും ബ്രഹ്മാണ്ഡമായ സിനിമ. നമ്മൾ രാജുവേട്ടന് ഈ പറയുന്ന പോലെ വാരണാസി ഒരു വലിയ സിനിമയാണ്. അതുപോലെ തന്നെ ആട് ജീവിതം എന്ന് പറഞ്ഞൊരു സിനിമയും അത്തരത്തിലുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഇതുപോലുള്ള അവർക്ക് കിട്ടിയതുപോലത്തെ ഒരു ബ്രഹ്മാണ്ഡ സിനിമ നമ്മുടെ മോളിവുഡിൽ നിന്ന് സംഭവിക്കാൻ പോവുകയാണ്. അതും അതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് റോജിൻ തോമസ്. ഹോം എന്ന് പറയുന്ന അത്രയും മെൽറ്റായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ടൈപ്പ് സിനിമ എടുത്ത ഒരു ഡയറക്ടർ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് 2 പാർട്ടുകളായിട്ട് ഇറക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ സിനിമയാണ് കത്തനാട് എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയിൽ ജയസൂര്യ ചെയ്യുന്ന കത്തനാട് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, ഈ ഒരു ക്യാരക്ടർ ലോക വന്ന സമയത്ത് സണ്ണി വൈ ചെയ്ത ആ ഒരു കത്തനാർക്ക് പകരം ഈ ഒരു കത്തനാർ വന്നിരുന്നെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെ മനസ്സിൽ കത്തനാർ എന്ന് പറയുന്നത് ആ സിനിമയ്ക്ക് മുമ്പേ കുറച്ചുകൂടെ വലിയ സ്കെയിലിൽ ഈ ഒരു കത്തനാരായിരുന്നു വന്ന് നിന്നിരുന്നത്. അതായത് ഇതിൻ്റെ ഒരു ടീസർ അവർ മുമ്പേ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അനുഷ്കയൊക്കെ ഉണ്ട്. എന്തായാലും ഇതൊരു ബിഗ് കാസ്റ്റ് ഉള്ളൊരു സിനിമയാണ്, ഒരുപോലെ തന്നെ ബിഗ് സ്കെയിലുള്ളൊരു സിനിമയാണ്. ജയസൂര്യയുടെ ചില ഷോട്ടുകളും ഒപ്പം ഇതിൻ്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളും അപ്ഡേറ്റ്സൊക്കെ പുറത്തു വന്ന സമയത്തുണ്ടായ ഒരു ക്വാളിറ്റി ഈ സിനിമയ്ക്കകത്തും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടന്റിലും ഉണ്ടെങ്കിൽ ഈ ഒരു സിനിമയും നമ്മളുടെ മോളിവുഡിൽ ഒരു കിരീടത്തിൽ ഒരു പൊൻതുവലും കൂടി ആയിരിക്കും എന്നുള്ളതിൽ ഒരു ഡൗട്ടും വേണ്ട. ജയസൂര്യ പെർഫോമൻസ് കൊണ്ട് ഒരിക്കലും നിരാശപ്പെടുത്തുന്ന ഒരു ആക്ടറല്ല. ജയസൂര്യ കയ്യിൽ ഏത് റോള് കിട്ടിയാലും നല്ല കിടിലം വെടിപ്പായിട്ട് തന്നെ ചെയ്യുന്ന ഒരു ആക്ടറും കൂടിയാണ്. അതിപ്പോൾ എത്ര ബ്രൂട്ടൽ ക്യാരക്ടർ ആണെങ്കിലും എത്ര ഫണ്ണി സോഫ്റ്റ് ക്യാരക്ടർ ആണെങ്കിലും, അതാണ് ബ്ലൈഡ് എന്ന് ഉദ്ദേശിച്ചത്. 2 അറ്റവും ഷാർപ്പാണ്. എങ്ങനെ യൂസ് ചെയ്യണം, അതിപ്പോൾ സേഫായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഹെൽപ്പാവും, അതേസമയം അത് ആവശ്യമില്ലാത്ത രീതി യൂസ് ചെയ്താൽ നമുക്ക് തന്നെ അത് പണിയാവും. അതുകൊണ്ട് തന്നെ ഈ ആക്ടറിനെ ഏത് രീതിയിലായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് മാത്രം നമുക്ക് നോക്കിയാൽ മതി, ബാക്കിയൊക്കെ അശം ചെയ്തോളും. ആ ഒരു ടീസറിൻ്റെ ആ ഒരു ക്വാളിറ്റി, അതിനകത്ത് അവർ യൂസ് ചെയ്തിരിക്കുന്ന പല പുതിയ രീതിയിലുള്ള, അതായത് നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടില്ലാത്ത പുതിയൊരു രീതിയിലുള്ള ഒരു ഗ്രാഫിക്സിൻ്റെ യൂസും കുറച്ച് സംഭവങ്ങൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഒരു ഇൻ്റർനാഷണൽ സിനിമയുടെ ഒരു ഫീലുള്ള ഒരു സിനിമ. അപ്പോൾ ആ ഒരു ടീസറിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ സിനിമ വരുമ്പോൾ ഇതിനകത്ത് ഏത് സ്കെയിലാണ് പോകുന്നതെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അത് ഇനി സിനിമയെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ്സുകൾ വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ആദ്യത്തെ പാർട്ട് ഈ 2026 തന്നെ ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ വലിയൊരു കാര്യം, ലാലേട്ടൻ്റെ ഒരു ക്യാമിയോ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അത് കൺഫേം എന്നുള്ള രീതിയിൽ എനിക്കിതൊരു അപ്ഡേറ്റ്സ് ആയിട്ട് ഇനി കിട്ടിയിട്ടില്ല. പക്ഷേ കത്തനാടിൻ്റെ സെറ്റിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ലാലേട്ടൻ്റെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. ക്യാമിയോ എന്ന് പറയുന്നത് നമ്മുടെ സിനിമ ഡിമാൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഒരു ബിസിനസ് എന്ന രീതിയിൽ മാത്രമായിട്ട് കൊണ്ടുവന്ന് ഫോഴ്സ്ഫുള്ളി കുത്തിക്കയറ്റി ഈ സിനിമയ്ക്കും ഇനി ഒരു പണി കിട്ടുമോ എന്നുള്ള കാര്യം മാത്രമേ ഒരു പേടിയുള്ളൂ. എല്ലാം നല്ലതുപോലെ വരട്ടെ. ഈ സിനിമയെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുന്ന സമയത്ത് നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി പ്രത്യേകിച്ചൊരു വീഡിയോ സെറ്റാക്കാം. ജയസൂര്യ എന്ന് പറയുന്ന ആക്ടർ
ഒരു വെർസറ്റൈൽ ആയിട്ടുള്ള എല്ലാ ടൈപ്പ് റോളുകളും നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ കെൽപ്പുള്ള ഒരു ആക്ടറാണ്. ഇന്ന് നമ്മുടെ മോളിവുഡിൽ അയാൾക്കുള്ള ഒരു സ്റ്റാർഡം അയാൾ ഡിസർവ് ചെയ്യുന്നതല്ല, അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലുള്ള ഒരു സ്റ്റാർഡം ജയസൂര്യ എന്ന് പറഞ്ഞ ആക്ടറിന് കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവർ പാർട്ട് 1 ടോവിനോ നിവിൻ പോളി ഇവിടെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ എൽസിയുടെ പാർട്ട് 2 വീഡിയോയും ഇവിടെ കൊടുത്തേക്കാം. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ എന്തായാലും ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാ നിസാർ.